ശാന്തി. 24/1/70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ മുന്നിൽ വിഘ്നങ്ങൾ വരുമ്പോൾ നമ്മളതിനെ ടെസ്റ്റ് പേപ്പറായിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പാടുള്ളൂ എന്നാണ് അന്ന് ബാബ നമ്മെ ഓർമ്മിപ്പിച്ചത്. അപ്പനി സ്ഥിതിക്ക് പറഖ് യഹ് പേപ്പർ കരാത്ത ഹൈ. തൻ്റെ സ്ഥിതി എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ തിരിച്ചറിവാണ് ഈ പേപ്പർ ചെയ്യിക്കുന്നത്. കോയി ഭി വിഘ്ന ആയെ തോ ഉൻകോ പേപ്പർ സമജ് പാസ് കർന ഹൈ. ഏത് വിഘ്നം വരുമ്പോഴും അത് പരീക്ഷയാണ്, ടെസ്റ്റാണെന്ന് മനസ്സിലാക്കി പാസ്സാകണം. ബാത്തുക്കോ നഹി ദേഖ്ന ഹൈ ലേക്കിൻ പേപ്പർ സമജ്ന ഹൈ. കാര്യങ്ങളെ അല്ല നോക്കേണ്ടത്, എന്നാൽ പേപ്പറാണെന്ന് മനസ്സിലാക്കണം. പേപ്പർ മേ ഭി ഭിന്ന ഭിന്ന ക്വസ്റ്റ്യൻ ഹോത്തെ ഹൈ. കഭി മനസ്സാ കാ, കഭി ലോകലാജ് കാ, കഭി സംബന്ധ് കാ, കഭി ദേശവാസിയോ കാ ക്വസ്റ്റ്യൻ ആയേഗ. ബാബു പറയുകയാണ്, പേപ്പറിൽ തന്നെ പല പല ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ചിലപ്പോൾ മനസ്സിൻ്റേതായ ചോദ്യങ്ങൾ, ചിലപ്പോൾ ലോകമര്യാദകളുടേതായ പേപ്പർ, ചിലപ്പോൾ തൻ്റെ ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന പേപ്പർ, ചിലപ്പോൾ ദേശവാസികളിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ. പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ പേപ്പറിൻ്റെ രൂപത്തിൽ വരും എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. പരന്തു ഇസ്മേ ഘബരാന നഹി. എന്നാൽ ഇതിൽ ഭയക്കാൻ പാടില്ല. ഗഹരായിമേ ജാനായി, ആഴത്തിലേക്ക് പോകണം. വാതാവരൺ ഐസാ ബനാന ചാഹിയെ ജോ ന ചാഹത്തെ ഭി കോയി കീഞ്ചായ. ചുറ്റുപാട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, ആഗ്രഹിക്കാതെ തന്നെ ആകർഷിച്ചു വരണം. ജിത്തന ഖുദ് അവ്യക്ത വായുമണ്ഡൽ ബനാനെ മേ ബിസി രഹേങ്കെ ഉത്തന സ്വതാ സബി ഹോത്താ രഹേങ്കെ. എത്രമാത്രം സ്വയം അവ്യക്തമായ ചുറ്റുപാട് ഉണ്ടാക്കുന്നതിൽ ബിസിയായിരിക്കുന്നു, അത്രയും സ്വതവേ തന്നെ എല്ലാം നടന്നുകൊണ്ടേയിരിക്കും. അപ്പം ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പല പല രീതിയിലുള്ള പേപ്പറുകൾ നമ്മുടെ മുന്നിൽ വരും. ചിലപ്പോൾ തൻ്റെ തന്നെ മനസ്സിൻ്റെ ചിന്തകളുടെ പേപ്പർ, ചിലപ്പോൾ ലോകമര്യാദകളുടെ രൂപത്തിൽ, ചിലപ്പോൾ സംബന്ധത്തിൻ്റേതായ രൂപത്തിൽ, ചിലപ്പോൾ ദേശവാസികളുടെ രൂപത്തിൽ പല പല ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരും. പക്ഷേ നമ്മൾ ഭയക്കാൻ പാടില്ല എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ കാര്യം വരുമ്പോഴും അതിൻ്റെ ആഴത്തിലേക്ക് പോകണം. നമ്മളെപ്പോഴും ചുറ്റുപാട് അങ്ങനെ ഉണ്ടാക്കുന്നതിൽ ബിസിയായിരിക്കണം. അതായത് മറ്റുള്ളവരെ ആഗ്രഹിക്കാതെ തന്നെ ആകർഷിച്ച് നമ്മുടെ അടുത്തേക്ക്, അതായത് സേവാ കേന്ദ്രത്തിലേക്ക് വരണം. കാര്യങ്ങളെല്ലാം സ്വതവേ തന്നെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ സ്ഥിതിയെ അവ്യക്തമാക്കുന്നതിലും അന്തരീക്ഷം അവ്യക്തമാക്കുന്നതിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ. ജൈസെ രാസ്തേ ജാത്തെ കോയി ഖുശ്ബു ആത്തി ഹെ തോ ദിൽ ഹോത്തി ഹെ കി ജാക്കർ ദേഖേ ക്യാ ഹെ. നമ്മൾ വഴിയെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സുഗന്ധം നമുക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു മണം വരുമ്പോൾ നമ്മൾ മനസ്സിൽ തോന്നും, ഒന്ന് പോയി നോക്കിയാലോ. വൈസേ യഹ് അവ്യക്ത ഖുശ്ബു ഭി ന ചാഹത്തെ ഹുയേ കീഞ്ചെങ്കി. അപ്പം അതേപോലെ ഈ അവ്യക്ത സുഗന്ധവും ആഗ്രഹിക്കാതെ തന്നെ ആകർഷിക്കും. അപ്പോൾ നമ്മുടെ സേവാ കേന്ദ്രത്തിൻ്റെ ചുറ്റുപാട് നമ്മൾ അങ്ങനെ അവ്യക്ത രൂപമാക്കുകയാണെങ്കിൽ, ഏതുപോലെ വഴിയെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു സുഗന്ധം അല്ലെങ്കിൽ മണം നമുക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുമല്ലോ, അത് എവിടെ നിന്നാണ് ആ മണം വരുന്നതെന്ന് പോയി കണ്ടാലോ എന്ന്. അതേപോലെ ആ അവ്യക്ത ആകർഷണത്തിൽ മറ്റുള്ളവർ അവരുടെ മനസ്സുകൊണ്ട് അവരാഗ്രഹിക്കുന്നില്ല എങ്കിലും ആ സുഗന്ധം അവരെ എത്തിക്കുക തന്നെ ചെയ്യും. അവ്യക്ത ആകർഷണത്തിൻ്റെ സുഗന്ധം. जो लक्ष्य रखा जाता है उसको पूर्ण करने के लिए ऐसे लक्षण भी अपने में भरने हैं. എന്ത് ലക്ഷ്യമാണോ വയ്ക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ലക്ഷണവും തന്നിൽ ധാരണ ചെയ്യണം. ഡീലെ കോശിഷ് വാലെ കഹാൻ തക് പहुंचेंगे. ഭവനൊരു അയഞ്ഞ രീതിയിലാണ് പരിശ്രമിക്കുന്നത് എങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധയില്ലാതെ ഒരു അശ്രദ്ധയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, പുരുഷാർത്ഥം ചെയ്യുന്നതെങ്കിൽ അവരെവിടെ എത്തും?
कोशिश शब्द ही कहते रहेंगे तो कोशिश में ही रह जाएंगे. ശ്രമിക്കാം ശ്രമിക്കാം എന്നുള്ള ശബ്ദം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പരിശ്രമത്തിൽ തന്നെ ഇരുന്നു പോകും. അപ്പം ബാബ പറയുകയാണ്, ഒരു സ്ട്രിക്റ്റായിട്ട് വേണം എന്ന് വിചാരിച്ച് ഒരു പുരുഷാർത്ഥം ചെയ്യുന്നില്ല എങ്കിൽ എപ്പോഴും ഞാൻ നോക്കാം, ഞാൻ ചെയ്യാം, ഞാൻ ശ്രമിക്കാം ഇങ്ങനെയുള്ള ശബ്ദം മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവസാനം ആ ശബ്ദങ്ങളിൽ തന്നെ അങ്ങ് ഇരുന്നു പോവുകയുള്ളൂ. ആ ശബ്ദങ്ങൾക്ക് അർത്ഥമില്ലാതായി പോകും എന്ന് ബാബ പറയുകയാണ്. എയിം തോ രഖ്ന ഹേ കി കർണ ഹി ഹേ. എയിം വയ്ക്കുക തന്നെ വേണം, എനിക്ക് ചെയ്യുക തന്നെ വേണം. കോശിഷ് അക്ഷർ കഹന കംജോരി ഹേ. ശ്രമിക്കാം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് തൻ്റെ കുറവാണ്, വീക്ക്നെസ്സാണ്. കംജോരി കോ മിഠാനെ കെ ലിയെ കോശിഷ് ശബ്ദ കോ മിഠാന ഹേ. തൻ്റെ കുറവുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ള ശബ്ദം കൂടി ഇല്ലാതാക്കണം. ഞാൻ പരിശ്രമിക്കും, ഞാൻ നോക്കാം ഇങ്ങനെയുള്ള ശബ്ദത്തെ ഇല്ലാതാക്കണം, എന്നാലേ തൻ്റെ കുറവും ഇല്ലാതാകുകയുള്ളൂ. നിശ്ചയിസേ വിജയ് ഹോ ജാത്തി ഹേ. നിശ്ചയത്തിലൂടെ വിജയം ഉണ്ടാകും. സംശയ ലാനേസേ ശക്തി കം ഹോ ജാത്തി ഹേ. സംശയം കൊണ്ടുവരുന്നതിലൂടെ ശക്തി കുറയും. നിശ്ചയത്തിൽ വിജയം ഉണ്ടാകും. ബാബ പറയുകയാണ്, സംശയത്തിൽ തൻ്റെ ശക്തി കുറയും. നിശ്ചയ ബുദ്ധി ബനേങ്കെ തോ സബീ കാ സഹयोग भी मिलेगा. നിശ്ചയബുദ്ധി ആകുകയാണെങ്കിൽ എല്ലാവരുടെയും സഹയോഗവും കിട്ടും. कोई भी कार्य करना होता है तो सदैव यही सोचा जाता है कि मेरे बिना कोई कर नहीं सकता, तब ही सफलता होती है. അപ്പോൾ ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എനിക്കല്ലാതെ ഈ കാര്യം വേറെ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല എന്ന്. അപ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. അതായത് എനിക്കത് ചെയ്യാൻ കഴിയും, അപ്പോഴാണ് ബാബ പറയുന്നത് വിജയം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നിശ്ചയബുദ്ധി ഉണ്ടെങ്കിലേ വിജയം ഉണ്ടാകുകയുള്ളൂ. ആജിസെ കോശിഷ് അക്ഷർ കഥം കരു. അപ്പോൾ ഇന്നു മുതൽ ഞാൻ ശ്രമിക്കാം എന്നുള്ള ശബ്ദം ഇല്ലാതാക്കൂ. മൈ ശിവശക്തി ഹും. ശിവശക്തി സബീ കാര്യ കർ സക്തി ഹേ. ഞാൻ ശിവശക്തിയാണ്, ശിവശക്തിക്ക് എല്ലാ കാര്യവും ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള നിശ്ചയബുദ്ധി വേണം. ശക്തിയോ കി ഷേർ പർ സവാരി ദിഖാത്തെ ഹേ. ശക്തികളെ എപ്പോഴും സിംഹത്തിൻ്റെ മേൽ യാത്ര ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. സിംഹത്തിൻ്റെ മേൽ യാത്ര ചെയ്യുന്നതായിട്ടാണ് എപ്പോഴും ശക്തികളെ കാണിക്കുന്നത്. किसी भी प्रकार മായ ഷേർ രൂപമേ ആയേ ഡർന നഹി ഹേ. ഏതെങ്കിലും പ്രകാരത്തിൽ മായ വരുമ്പോൾ ബാബ പറയുകയാണ്, സിംഹത്തിൻ്റെ രൂപത്തിൽ വന്നിരുന്നാലും ഭയക്കാൻ പാടില്ല. ശിവശക്തി കബി ഹാർ നഹി ഖാ സക്തി. ശിവശക്തി ഒരിക്കലും തോൽക്കുകയില്ല. ഇനി മായ സിംഹത്തിൻ്റെ രൂപത്തിൽ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി വരികയാണെങ്കിലും ബാബ പറയാണ്, ഞാൻ ശിവശക്തിയാണ് എന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭയക്കുകയില്ല എന്ന്. അഭി സമയഹി കഹാ ഹേ. ഇപ്പോൾ സമയം തന്നെ ഇനി എവിടെയാണ് ഉള്ളത്? സമയക്ക് പഹലെ അപ്പനെ കോ ബദൽനെ സെ ഏക കാ ലാഖ് ഗുണ മിലേഗ. സമയത്തിന് മുൻപ് സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തുകയാണെങ്കിൽ 1,00,000 ഇരട്ടി കിട്ടും. സമയം വരുമ്പോഴെല്ലാം മാറേണ്ടത് സമയത്തിന് മുൻപേ തന്നെ സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ ഫലവും 1,00,000 ഇരട്ടിയായിരിക്കും എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ബദൽന ഹി ഹേ തോ ഐസേ ബദൽന ചാഹിയേ. മാറുക തന്നെ വേണം, പിന്നെ ഇങ്ങനെ മാറിക്കൂടെ എന്ന് ബാബ ചോദിക്കുകയാണ്. യാദ് ആത്താ ഹേ കി അകലെ കൽപ്പ് ഭി വർഷ ലിയാ ഥാ अपने को पुराना समझने से वह कल्प पहले की स्मृति आने से पुरुषार्थ सहज हो जाता है. അപ്പം ബാബു പറയുകയാണ്, കഴിഞ്ഞ കൽപ്പത്തിൻ്റെയും ഓർമ്മ വരുന്നുണ്ട്. കഴിഞ്ഞ കൽപ്പത്തിൽ ഞാൻ തന്നെയാണ് സമ്പത്തെടുത്തിരുന്നത്. സ്വയം തന്നെ എപ്പോഴും ഞാൻ പഴയതാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ, കഴിഞ്ഞ കൽപ്പത്തിൻ്റെ സ്മൃതി വരുന്നതിലൂടെ പുരുഷാർത്ഥവും എളുപ്പമായി തീരും. क्योंकि निश्चय रहता है कल्प पहले भी मैंने लिया था अब भी लेकर छोड़ेंगे. എന്തുകൊണ്ടെന്നാൽ ഈ നിശ്ചയം വരികയാണ്, കഴിഞ്ഞ കൽപ്പത്തിൽ ഞാൻ തന്നെയാണ് എടുത്തിരുന്നത്, അതുകൊണ്ട് ഇപ്പോഴും ഞാൻ തന്നെ എടുക്കും.
कल्प पहले की स्मृति शक्ति दिलाने वाली होती है. കഴിഞ്ഞ കൽപ്പത്തെ സ്മൃതി ശക്തി തരുന്നതാണ്, ശക്തിയെ ഓർമ്മിപ്പിക്കുന്നതാണ്, ശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ കൽപ്പത്തിലും ഞാൻ തന്നെയാണ് ബാബായിൽ നിന്ന് സമ്പത്ത് എടുത്തിരുന്നത്. ആ ഓർമ്മ വരുമ്പോൾ തീർച്ചയായിട്ടും ശക്തി ഉണ്ടാകും. അപ്പനേക്കോ നയേ സംശയിക്കേത്തോ കംജോരിക്കേ സങ്കല്പായെങ്കിൽ, ഞാൻ പുതിയതാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ശക്തിഹീനതയുടെ സങ്കല്പമേ വരികയുള്ളൂ. പാ സക്കേങ്കേ വാ നഹി, എനിക്ക് നേടാൻ കഴിയുമോ അതോ ഇല്ലയോ, ഇങ്ങനെയുള്ള ചിന്ത വരും. ലേക്കിൻ മേ ഹും ഹി കൽപ്പ് പഹലേ വാല ഈസു സ്മൃതി സേ ശക്തിയായെങ്കിൽ, എന്നാൽ ഞാൻ കഴിഞ്ഞ കൽപ്പത്തെ അതേ ആത്മാവാണ് എന്നുള്ള ഓർമ്മ വരുമ്പോൾ ശക്തിയും വരും. സദൈവ് അപ്പനേക്കോ ഹിമ്മത്വാൻ ബനാനാ ചാഹിയെ, എപ്പോഴും തന്നെ ധൈര്യവാനാക്കണം. ഹിമ്മത്ത് ഹാർന നഹി ചാഹിയെ, ഒരിക്കലും ധൈര്യം കൈവിടാൻ പാടില്ല. ഹിമ്മത്ത് സെ മദദ് ഭി മിലേങ്കി, ധൈര്യത്തിലൂടെ സഹായവും കിട്ടും. ബാബു പറയുന്നു, കുട്ടികൾ ഒരിക്കലും ധൈര്യം കൈവിടാൻ പാടില്ല, ധൈര്യത്തിലൂടെ സഹായം കിട്ടും. ഹം സർവശക്തിവാൻ ബാപ് കെ ബच्चे हैं, ബാപ് കോ യാദ് കിയ യഹി ഹിമ്മത്ത് ഹേ. ഞാൻ സർവശക്തിവാനായ ബാബയുടെ കുട്ടിയാണ്, ഞാൻ ബാബയെ ഓർത്തു, ഇതുതന്നെയാണ് ധൈര്യം. ബാബു പറയാണ്, ബാബയുടെ കുട്ടി, ഞാൻ സർവശക്തിവാനായ ബാബയുടെ കുട്ടിയാണ്, ഈ ഓർമ്മ വന്നാൽ തന്നെ ധൈര്യം വരികയാണ്. ഹിമ്മത്ത് സേ മദദ് ഭി മിലേങ്കി, ബാബു പറയാണ്, ധൈര്യം ഉണ്ടെങ്കിൽ സഹായവും കിട്ടും. ബാബയെ ഓർക്കുന്നു എന്നുള്ളതാണ് ധൈര്യം. അപ്പോൾ ബാബു പറയാണ്, തീർച്ചയായിട്ടും കുട്ടികൾക്ക് ബാബയുടെ സഹായവും കിട്ടും. ബാപ് കോ യാദ് കർണ സഹജ് ഹേ വാ മുഷ്കിൽ ഹേ, ബാബയെ ഓർക്കുക എന്നുള്ളത് സഹജമാണോ അതോ പ്രയാസമാണോ? സഹജ് കർണേമേ സഹജ് ഹോ ജാത്ത ഹേ, എളുപ്പമാക്കുന്നതിലൂടെ എല്ലാം എളുപ്പമാകും. യഹ് തോ മേരാ കർത്തവ്യ ഹി ഹേ, ഇത് എൻ്റെ തന്നെ കർത്തവ്യമാണ്. ഫർജ് ഹേ, കടമയാണ്. ക്യാ കരൂം യഹ് സങ്കൽപ് ആനെ സേ മുഷ്കിൽ ഹോ ജാത്ത ഹേ, എന്ത് ചെയ്യാനാ, ഈ സങ്കല്പം വരുന്നതിലൂടെ എല്ലാം പ്രയാസമായി തോന്നും. അപ്പം ബാബ പറയുകയാണ്, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഈ സങ്കല്പം വരികയാണെങ്കിൽ എല്ലാം പ്രയാസമായി തോന്നും. കബീ ഭി അപ്പനെ അന്തർ കംജോർ സങ്കല്പ് കോ നഹി രഹനെ ദേന, ഒരിക്കലും തൻ്റെ ഉള്ളിൽ ശക്തിഹീനമായ സങ്കല്പങ്ങളെ വരുവാൻ അനുവദിക്കരുത്. अगर मन में कमज़ोर संकल्प उत्पन्न भी हो जाए तो उनको वहाँ ही ख़त्म कर शक्तिशाली बनाना है. അഥവാ സങ്കല്പം ശക്തിഹീനമായിട്ടുള്ളത് മനസ്സിൽ വരികയാണെങ്കിൽ തന്നെ അതിനെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കണം, ശക്തിശാലിയാകണം. അവരുടെ മനസ്സിൽ അഥവാ അങ്ങനെ ശക്തിഹീനമായ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിനെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കി സ്വയം ശക്തിശാലിയാകണം. अब तक भी अगर कोशिश करते रहेंगे तो अव्यक्त कशिश का अनुभव कब करेंगे. ഇപ്പോൾ വരെയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവ്യക്ത ആകർഷണത്തിൻ്റെ അനുഭവം എപ്പോൾ ചെയ്യും? ജബ് തക് കോശിഷ് ഹെ തബ് തക് അവ്യക്തി കശിഷ് അപ്പനെ മേ നഹി ആ സക്തി ഹെ. എപ്പോൾ വരെ പരിശ്രമം എന്നുള്ള ശബ്ദമുണ്ടോ അതുവരെ അവ്യക്ത ആകർഷണം തന്നിൽ വരാൻ കഴിയുകയില്ല. യഹ് ഭാഷ ഹി കംജോരി കി ഹെ, ഈ ഭാഷ തന്നെ കംജോരിയുടേതാണ്, വീക്ക്നെസ്സിൻ്റേതാണ്, കുറവിൻ്റേതാണ്. സർവശക്തിവാൻ ബാപ് കെ ബच्चे യഹ് നഹി കർ സക്തി, സർവശക്തിവാനായ ബാബയുടെ കുട്ടികൾ ഇങ്ങനെ പറയാൻ പാടില്ല. उनके संकल्प वाणी सभी निश्चय के होंगे, അവരുടെ സങ്കല്പവും ശബ്ദവും എല്ലാം നിശ്ചയത്തിൻ്റേതായിരിക്കും. ഐസി സ്ഥിതി ബനാനായി, അങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാക്കണം. സദൈവ ചെക്ക് കരോ कि संकल्प रूपी ഫൗണ്ടേഷൻ മസ്ബൂത്ത് ഹേ, അതായത് എപ്പോഴും ഇത് ചെക്ക് ചെയ്യണം,
സങ്കല്പമാകുന്ന അടിസ്ഥാനം ശക്തമാണോ? തീവ്ര പുരുഷാർത്ഥിക്ക് ചലന്മേ യഹ് വിശേഷത ഹോങ്കി. തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ ചലനത്തിൽ ഈ വിശേഷതയുണ്ടായിരിക്കും. അതായത് സങ്കല്പമാകുന്ന അടിസ്ഥാനം എപ്പോഴും ശക്തമായിരിക്കും. അതാണ് ബാബ പറഞ്ഞത്, ഈ വിശേഷത തീവ്ര പുരുഷാർത്ഥികളുടെ ചലനത്തിലുണ്ടാവും. ജോ ഉൻകെ സങ്കല്പ വാണി കർമ്മ തീനോ ഹി ഏക് സമാൻ ഹോങ്കി. അവരുടെ സങ്കല്പവും ശബ്ദവും കർമ്മവും മൂന്നും ഒരേപോലെ ആയിരിക്കും. संकल्प ऊंच हो और कर्म कमज़ोर हो तो उनको तीव्र पुरुषार्थी नहीं कहेंगे. സങ്കല്പം വളരെ ഉയർന്നതും കർമ്മം ശക്തിഹീനവുമാകുക, അങ്ങനെയുള്ളവരെ തീവ്ര പുരുഷാർത്ഥി എന്ന് പറയുകയില്ല. അപ്പം ബാബു പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, സങ്കല്പവും ശബ്ദവും കർമ്മവും ഒരേപോലെ ഉള്ളവരെ മാത്രമേ തീവ്ര പുരുഷാർത്ഥി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. കഹേങ്കെ തീനോ കി സമാനത ചാഹിയെ. മൂന്നിൻ്റെയും സമാനത വേണം. സദൈവ് യഹ് സമझना चाहिए. എപ്പോഴും ഇത് മനസ്സിലാക്കണം. जो कि माया कभी कभी अपना रूप दिखाती हैं, यह सदैव के लिए विदाई लेने आती हैं. അവരെ ചിലപ്പോഴൊക്കെ മായ തൻ്റെ രൂപം കാണിക്കാറുണ്ട്. അത് സദാകാലത്തേക്ക് വിട വാങ്ങുന്നതിന് വേണ്ടിയാണ് വരുന്നത്. വിദായിക്ക് ബദലെ നിമന്ത്രൺ ദേ ദേത്തെ ഹോ. ബാബ പറയുകയാണ്, അത് വിട വാങ്ങുന്നതിന് വരുമ്പോഴും നിങ്ങൾ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അത് വിട വാങ്ങുന്നതിന് വേണ്ടി വരികയാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മളതിനെ ക്ഷണിച്ച് തൻ്റെ മനസ്സിലൊരു സ്ഥാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത് എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. സദൈവ് ശിവ ബാബ കെ സാത്തുഹും ഉൻസെ അലഗ് ഹോങ്കെ ഹി നഹി തോ ഫിർ കോയി ക്യാ കരേങ്കെ. ബാബ ചോദിക്കുക, നിങ്ങൾ എപ്പോഴും ബാബയോടൊപ്പമാണ്, ബാബയിൽ നിന്ന് നിങ്ങൾ ദൂരെയാകുന്ന പ്രശ്നമേ ഇല്ല എങ്കിൽ പിന്നെ ആരെന്ത് ചെയ്യാനാണ്? ശിവബാബ സർവശക്തിവാൻ കൂടെയുള്ളപ്പോൾ വേറെ ആരെന്ത് ചെയ്യും നിങ്ങളെ എന്ന് ബാബ ചോദിക്കുകയാണ്. കോയി ബിസി രേത്താ ഹേ തോ ഫിർ തീസര ഡിസ്റ്റർബ് നഹി കർത്താ ഹേ. ആരെങ്കിലും ബിസി ആയിരിക്കുന്നത് കാണുമ്പോൾ പിന്നെ വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ലല്ലോ. സമസ്തേ ഹേ തങ്ക് കർണേവാല കോയി നഹി ആയേ. അതായത് മനസ്സിലാക്കുന്ന എപ്പോഴും ശല്യം ചെയ്യുന്നവരാരും വരല്ലേ എന്ന്. തോ ഏക്ക് ബോർഡ് ലഗാദേത്തെ. അപ്പം ബാബണ ഒരു ബോർഡ് വയ്ക്കാമെന്ന്. ആപ്പ് വി ഐസാ ബോർഡ് ലഗാവും. അപ്പം നിങ്ങളും അങ്ങനെ ഒരു ബോർഡ് വെച്ചോളൂ. തോ മായ ലൗട്ട് ജായെങ്കിൽ മായ അപ്പം തിരിച്ചു പോകും. ആനേക്കാ സ്ഥാൻ ഹി നഹി മിലേഗ. വരുന്നതിനുള്ള സ്ഥാനമേ കിട്ടുകയില്ല. കുർസി കാലി ഹോത്തി ഹേ തോ കൊയ് ബൈഠ് ജാത്താ ഹേ. കസേര കാലി കാണുമ്പോഴല്ലേ ആരെങ്കിലും ഇരിക്കുന്നത്. അപ്പം ബാബ പറയാം, നിങ്ങൾ അങ്ങനെ ബിസി ആയിട്ടിരിക്കുക. എപ്പോഴും ശിവബാബയോടൊപ്പം ഇരിക്കുകയാണെങ്കിൽ പിന്നെ മൂന്നാമതൊരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ലല്ലോ, ശല്യം ചെയ്യാൻ വരില്ലല്ലോ. ഞാൻ ശിവശക്തിയായിട്ടിരിക്കുകയാണെങ്കിൽ മൂന്നാമതൊരാൾ ഡിസ്റ്റർബ് ചെയ്യാൻ വരികയില്ല. അപ്പോഴെപ്പോഴും അങ്ങനെ ഇരുന്ന് ബാബ പറയുകയാണ്, നിശ്ചിന്തമായിട്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. ആരും നിങ്ങളെ ശല്യം ചെയ്യുന്നതിന് വേണ്ടി വരില്ല. ബാബ കൂടെയുള്ളപ്പോൾ പിന്നെ ആരെന്ത് ചെയ്യാനാണ്? നിങ്ങളെ ആരും ഉപദ്രവിക്കുകയില്ല എന്ന് ബാബ കുട്ടികൾക്ക് ഉറപ്പ് തരികയാണ്. മാതാവും के लिए तो बहुत सहज है, सिर्फ बाप को याद करना बस. അമ്മമാർക്ക് വളരെ എളുപ്പമാണ്, ബാബയെ ഓർത്താൽ മാത്രം മതിയല്ലോ. बाप को याद करने से ज्ञान आपे ही एमर्ज हो जाता है. ബാബയെ ഓർക്കുന്നതിലൂടെ ജ്ഞാനം സ്വതവേ തന്നെ എമർജാകും, പ്രത്യക്ഷത്തിൽ വരും. बाप को जो याद करता है उनको हर कार्य में मदद बाप की मिल जाती है. ആരാണോ ബാബയെ ഓർക്കുന്നത് അവർക്ക് ഓരോ കാര്യത്തിലും ബാബയിൽ നിന്ന് സഹായം കിട്ടും. याद के इतनी शक्ति है जो अनुभव यहाँ पाते हो वह वहाँ भी स्मृति में रखेंगे तो अविनाशी बन जाएंगे. ബാബയുടെ ഓർമ്മയ്ക്ക് ഇത്രയും ശക്തിയാണുള്ളത്. ഏതനുഭവമാണോ നിങ്ങൾക്കിവിടെ ഉണ്ടാകുന്നത് അത് അവിടെ നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുകയാണെങ്കിൽ അവിനാശിയായിത്തീരും. മധുബനിൽ ബാബ്ദാദയുടെ മുന്നിൽ
നമ്മൾ ഏത് അനുഭവമാണോ യോഗത്തിലൂടെ ബാബയുടെ ഓർമ്മയിലൂടെ നമുക്കുണ്ടാകുന്നത്, ആ അനുഭവം നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ പോയിരുന്നാലും ശരി നമുക്കതിൻ്റെ അനുഭവം ഉണ്ടാകും, അവിനാശിയായിട്ടത് നിലനിൽക്കും. ബുദ്ധി മേ ബാർ ബാർ യഹി സ്മൃതി രഖോ ഹം പരംധാം നിവാസി ഹേ. ബുദ്ധിയിൽ കൂടെ കൂടെ ഇത് ഓർമ്മയിൽ വയ്ക്കൂ, ഞാൻ പരംധാം നിവാസിയാണ്. ഇത് ഓർമ്മ വയ്ക്കൂ, ഞാൻ പരംധാം നിവാസിയാണ്. കർത്തവ്യാർത്ഥി യഹാ ആയേ ഹേ. കർത്തവ്യം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ വന്നതാണ്. ഫിർ വാപ്പസ് ജാനാ ഹേ. തിരിച്ചെനിക്ക് പോകേണ്ടതാണ്. ബാബ പറയും, നമ്മൾ കർമ്മം ചെയ്യുമ്പോഴെപ്പോഴും ഇത് ഓർമ്മയിൽ വയ്ക്കണം, ഞാൻ പരംധാം നിവാസിയാണ്. കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ വന്നതാണ്. എനിക്ക് തിരിച്ച് പരംധാമിലേക്ക് പോകണം. ഈ ഓർമ്മ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകണം. जितना बुद्धि को इन बातों में बिजी रखेंगे तो फिर भटकेंगे नहीं. ബുദ്ധിയെ ഈ കാര്യങ്ങളിൽ എത്രമാത്രം ബിസിയാക്കി വയ്ക്കുന്നു അത്രയും അലയുകയില്ല. ജ്ഞാൻ ഭി കിസ്കോ യുക്തി സേ സുനാനാ ഹെ. ജ്ഞാനവും വളരെ യുക്തിയോടെ കേൾപ്പിച്ചു കൊടുക്കണം. നമ്മൾ ആർക്കെങ്കിലും ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നത്, കേൾപ്പിച്ചു കൊടുക്കുന്നതും വളരെ യുക്തിയോടെ ആയിരിക്കണം. സീതാ ജ്ഞാൻ സുനാനേ സേ ഘബരാ ജായെങ്കി. നേരെ ജ്ഞാനം കേൾപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഭയം ഉണ്ടാകും. പഹലേ തോ ഈശ്വരീയ സ്നേഹമേ ഖീഞ്ചന ഹേ. ആദ്യം ഈശ്വരീയ സ്നേഹത്തിൽ അവരെ ആകർഷിക്കണം. ശരീർധാരി കോ ചാഹിയേ ധൻ, ബാപ് കോ ചാഹിയേ മൻ. ശരീരധാരികൾക്ക് വേണ്ടത് ധനമാണ്, ബാബയ്ക്ക് വേണ്ടത് മനസ്സാണ്. തോ മൻ കോ ജഹാൻ ലഗാനാ ഹേ വഹാ ഹി ലഗാ രഹേ. മനസ്സിനെ എവിടെയാണോ എപ്പോഴും മുഴുക്കി വെക്കേണ്ടത്, എവിടെയാണോ വെക്കേണ്ടത് മനസ്സിനെ, അവിടെ തന്നെ എപ്പോഴും വെക്കണം. അവർ കഹാം പ്രയോഗനഹോ. വേറെ എങ്ങും ആ മനസ്സിനെ പ്രയോഗിക്കരുത്. ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, നമ്മൾ ആരുടെ അടുത്ത് നേരെ തന്നെ ജ്ഞാനം കേൾപ്പിച്ച് അവർക്ക് ഭയമുള്ളവരാക്കരുത്. ആദ്യം അവർക്ക് ഈശ്വരനെക്കുറിച്ച്, ഈശ്വര സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ ഒരു സ്നേഹത്തിലേക്ക് ആകർഷിക്കണം. ബാബ പറയുകയാണ്, ശരീരധാരികൾക്ക് വേണ്ടത് ധനമാണ്, ബാബയ്ക്ക് വേണ്ടത് മനസ്സാണ്. അപ്പം മനസ്സെപ്പോഴും ബാബയിൽ തന്നെ വെക്കണം. വേറെ ഒരു കാര്യത്തിലും വേറെ ഒരു വശത്തേക്കോ ഒരു ഭാഗത്തേക്കോ മനസ്സ് പോകാൻ പാടില്ല. അക്കാര്യത്തിലാണ് ബാബ കൂടുതൽ നിർബന്ധം പറയുന്നത്. യോഗയുക്ത് അവ്യക്ത സ്ഥിതി മേ രഹ് ദോ ബോൽ ബോൽനാ ഭി ഭാഷൺ കർണാ ഹി ഹേ. യോഗയുക്ത അവ്യക്ത സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് രണ്ട് ശബ്ദം പറയുന്നതും പ്രഭാഷണം ചെയ്യുക തന്നെയാണ്. ബാബ പറയണ യോഗയുക്ത അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് രണ്ട് ശബ്ദം പറയുന്നതും അതും പ്രഭാഷണം തന്നെയാണ്. ഏക് ഘണ്ടെ കെ ഭാഷൺ കാ സാർ ദോ ശബ്ദ മേ സുനാ സക്തി ഹോ. ഒരു മണിക്കൂറിലെ പ്രഭാഷണത്തിൻ്റെ സാരം രണ്ട് ശബ്ദത്തിൽ കേൾപ്പിക്കാൻ കഴിയും. ഒരു മണിക്കൂർ നമ്മൾ ചെയ്യുന്ന പ്രഭാഷണം, അതായത് ശബ്ദങ്ങൾ, അത് രണ്ട് ശബ്ദങ്ങളിലേക്ക് ഒതുക്കി അതിൻ്റെ സാരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. അങ്ങനെ അവർ ഈശ്വരനിലേക്ക് ആകർഷിക്കട്ടെ, അവരുടെ മനസ്സ് ഈശ്വരനിലേക്ക് തന്നെ നയിക്കട്ടെ, ഒരേ ഒരു ഈശ്വരനുമായിട്ടുള്ള മനസ്സിൻ്റെ ബന്ധം യോജിക്കട്ടെ. അതുതന്നെയാണല്ലോ ബാബ നമ്മളെ കേൾപ്പിക്കുന്നത്. ദിൻ പ്രതിദിൻ കഥം ആകെ സമസ്തേ ഹോ. ഓരോരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ ചുവടുകൾ മുന്നോട്ടാണെന്നാണോ മനസ്സിലാക്കുന്നത്? ഐസേ ഭി നഹീ സോച്നാ കി അഭി സമയ് പടാ ഹേ പുരുഷാർത്ഥ കർ ലേംഗെ. അങ്ങനെയും ചിന്തിക്കാൻ പാടില്ല, സമയം ഇനി വളരെയധികം ഞാൻ പതുക്കെ പുരുഷാർത്ഥം ചെയ്തോളാം. ലേക്കിൻ സമയക്ക് പഹലെ സമാപ്തി കർക്കെ और इस स्थिति का अनुभव प्राप्त करना है. എന്നാൽ സമയത്തിന് മുൻപേ എല്ലാം സമാപ്തമാക്കി ഈ സ്ഥിതിയുടെ അനുഭവം പ്രാപ്തമാക്കണം. സമയമുണ്ട് എന്ന് വിചാരിച്ച് പുരുഷാർത്ഥത്തിൽ നമ്മൾ അയവ് വരുത്തരുത്. ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, സമാപ്തിക്ക് മുൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സമാപ്തമാക്കി
ഈ സ്ഥിതിയുടെ അനുഭവം എനിക്ക് ഉണ്ടാക്കിയെടുക്കണം, അതിൽ കുട്ടികൾ മുഴുകണം, ആ പുരുഷാർത്ഥം നന്നായി ചെയ്യണം. अगर समय आने पर इस स्थिति का अनुभव करेंगे तो समय के साथ स्थिति भी बदल जाएगी. സമയം വരുമ്പോൾ ഈ സ്ഥിതിയുടെ അനുഭവം ചെയ്യുകയാണെങ്കിൽ സമയത്തോടൊപ്പം സ്ഥിതിയും മാറും. ബാബു പറയുകയാണ്, സമയം വരുമ്പോൾ ഈ സ്ഥിതി ഞാൻ അനുഭവം ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അന്നേരം പുരുഷാർത്ഥം ചെയ്ത അവസ്ഥയിലേക്ക് വരാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ സമയത്തോടൊപ്പം നിങ്ങളുടെ സ്ഥിതിയും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അനുഭവം ചെയ്യാൻ പറ്റില്ല. समय समाप्त तो फिर अव्यक्त स्थिति का अनुभव भी समाप्त हो दूसरा पार्ट आ जाएगा. സമയം സമാപ്തമായി കഴിഞ്ഞാൽ പിന്നെ അവ്യക്ത സ്ഥിതിയുടെ അനുഭവം സമാപ്തമാകും. പിന്നെ അടുത്ത പാർട്ടായിരിക്കും അഭിനയിക്കേണ്ടി വരുന്നത്. അപ്പം ബാബു പറയുകയാണ്, സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ പുരുഷാർത്ഥം ചെയ്ത് തൻ്റെ നല്ലൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കൂ. അതുതന്നെയാണ് കുട്ടികൾ ചെയ്യേണ്ടത്. അല്ല എങ്കിൽ സമയത്തിന് നിങ്ങളുടെ സ്ഥിതിയും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സമയം പിന്നെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേറെ പാർട്ട് നിങ്ങൾ അഭിനയിക്കേണ്ടി വരും. ഓം ശാന്തി.